ചേച്ചി ഇത് എഴുതിയേക്ക്. ചേച്ചി അത് കൊടുക്കല്ലേ, അത് ഞാൻ എടുത്തതാ. ഈ കുട്ടി ഈ പുസ്തകം വാങ്ങാൻ 2 ദിവസമായിട്ട് വരുന്നതാ. അനന്ത ചേച്ചി അടുത്ത ആഴ്ച വരാൻ പറയും, ഞാൻ പുസ്തകം കൊടുത്തേക്കാം. എന്നാലും ഒരു പുസ്തകം ഒരാൾ ചോദിച്ചാ ആ പുസ്തകം പുറത്തു പോയിരിക്കുകയാണെങ്കിൽ പുറത്തു പോയ പുസ്തകം തിരിച്ചു വന്ന ആദ്യം ചോദിച്ച ആൾക്കായി അത് മാറ്റിവെക്കണ്ടേ? നിങ്ങളത് മാറ്റിവെച്ചോ? ഇല്ലല്ലോ. ഇല്ല. ആ അപ്പൊ ഈ പുസ്തകം ആദ്യം എടുത്ത ആളിനല്ലേ മുൻഗണന? ഞാനായി ഈ പുസ്തകം എടുത്തത്, ഇതിപ്പോ എനിക്ക് വേണം. എഴുത്. മനസ്സാകെ അസ്വസ്ഥമാണല്ലേ? അതെ, ഒരാള് ഫോൺ ചെയ്യുമ്പോ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. നല്ല ശീലങ്ങളൊന്നും അല്ലല്ലോ നിനക്കും ഉള്ളത്. കരുണാകര, ദിയമോളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു വിട്ടത് നീ തന്നെയാണല്ലേ? ഞാനോ? ഞാനെന്തിനാ ദിയമോളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണം? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അല്ല, നീ എന്തിനാ എന്നോട് ഒളിപ്പിക്കുന്നത്? ആ വന്ദനയുടെയും കൊച്ചിന്റെയും ഇടപാടങ്ങ് അവസാനിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരാളെ തീർക്കാൻ കൊട്ടേഷൻ കൊടുക്കുമ്പോ ആ ദൂഷ്യരുള്ളവന്മാർക്ക് കൊടുക്കണം. രക്തം കണ്ട അറപ്പ് മാറിയവന്മാർക്ക്. അവരിനി ചെവി അറിയാതെ കാര്യം സാധിച്ചിട്ടങ്ങ് പോവും. ഇതേതോ പരട്ടകളെയോ മറ്റോ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നു. ഇവിടെ ലോറി ഇടിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടും കൊല്ലാൻ അറിയാൻ വയ്യാത്ത കഴിവ് കെട്ടവന്മാര്. ഇങ്ങനെയുള്ളവന്മാർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് പേരുദോഷം കേൾക്കേണ്ടി വന്നതായിരിക്കും. ചേച്ചി ചേച്ചി ഇപ്പൊ ഈ പറയുന്നത് ഞാനാണ് ഈ കൊട്ടേഷൻ കൊടുത്തെന്ന് ഉദ്ദേശിച്ചിട്ടാ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു കൊട്ടേഷൻ ഞാൻ കൊടുത്തിട്ടില്ല. അല്ല, അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നല്ലാതെ. നിന്റെ ഭാവം കണ്ടാ തോന്നും നീ ഇതിനു മുമ്പ് കൊട്ടേഷൻ കൊടുത്തിട്ടേ ഇല്ലെന്ന്. അതെ, ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ എനിക്ക് പാരവശ്യന്മാരെ ഒതുക്കാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അമ്മരൊക്കെ ഒതുക്കിയിട്ടുണ്ട്.